അതുപോലെ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് യേശു താഴോട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, പിതാവിനോട്. കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് നമ്മൾ ഒരേ വിഷയം തന്നെയാണ് പഠിച്ചു വരുന്നത്. അത് ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്, എൻ്റെ ദൈവം എൻ്റെ ബലമാകുന്നു. ദൈവം എൻ്റെ ബലമാകുന്നു എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചുള്ള എന്തോ എനിക്കുള്ളത് വീക്ക്നെസ്സസ്, എന്നിലുള്ള ബലഹീനതകൾ എന്തെന്നൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ഓരോ ആഴ്ച നോക്കി വരിക. എൻ്റെ ജഡം ബലഹീനമാണ്, എൻ്റെ വിശ്വാസം ബലഹീനമാണ്, എൻ്റെ ശരീരം ബലഹീനമാണ്. ഇനി എന്തൊക്കെയാണ് ബലഹീനമുള്ളത്? ബാക്കി വല്ലതും ഉണ്ടോ? ഇനി ബാക്കി ബലഹീനമായ എൻ്റെ സഹോദര സ്നേഹം ബലഹീനമാണ്, സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഐ എം വീക്ക് ഇൻ മൈ ബ്രദർലി ലവ്. ഇന്ന് മൈ പ്രെയർ ലൈഫ് ഈസ് വീക്ക്. എന്താണ്? എൻ്റെ പ്രാർത്ഥനാ ജീവിതം ബലഹീനമാണ്. ബലഹീനമായ എൻ്റെ പ്രാർത്ഥനാ ജീവിതം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ദൈവവചനത്തിലൂടെ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത പ്രെയർ പാർട്ട്നേഴ്സിനെക്കാട്ടിലും, ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ജീവിത പങ്കാളിയെക്കാട്ടിലും പ്രാർത്ഥനയിലുള്ള എൻ്റെ ബലഹീനത നന്നായി അറിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാരാ? ദൈവം മാത്രം. മറ്റെല്ലാവരെയും നമുക്ക് കളിപ്പിക്കാം, പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഹൗ വീക്ക് ആർ വി ഇൻ അവർ പ്രെയർ ലൈഫ് എന്നുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാം, എനിക്കും അറിയാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ആത്മീയരുടെ ഇടയിൽ ഒരാളെ ഒന്ന് കൊച്ചാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കും എന്ന് ചോദിച്ചാൽ മതി, ചമ്മിക്കോളും. അടുത്തത് ഇനി ഒന്നുകൂടെ ചമ്മിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? ഇന്ന് പ്രാർത്ഥിച്ചോ? ഇതൊരു അല്ലേ, ആലോചിച്ച്. അപ്പം പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വീഴ്ചയുള്ളവരാണ്, ബലഹീനരാണെന്നുള്ളത് നമ്മളെല്ലാം സമ്മതിക്കും. ഇനി മറ്റെന്ത് ഡിവോഷണൽ എക്സസൈസ്, മറ്റെന്ത് ആത്മീയ കാര്യങ്ങളെക്കാട്ടിലും നമ്മളെ വറി ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ സങ്കടപ്പെടുത്തുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലുള്ള നമ്മുടെ കുറവാണ്, അല്ലേ? പക്ഷെ ഇവിടെയാണ് ശരിക്കും ഞാൻ ബലഹീനനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ സഹായിക്കുവാനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്നു. ആ പെന്തക്കോസ്ത് നാളിൽ വന്ന പരിശുദ്ധാത്മാവ് എവിടെയാണ്? ആ യെരുശലേമിലെ മാളികമുറി നിൽക്കുകയാണോ? അല്ല, എൻ്റെ ഉള്ളിൽ, അല്ലേ? കാത്തിരിക്കുന്നവരുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് നിറച്ച് തരുവാൻ എൻ്റെ ദൈവത്തിന് കൃപ തോന്നി. ഇനി അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ്, ചില വാക്യങ്ങൾ വായിക്കുക. അതിനു മുമ്പായിട്ട് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എവിടും പോലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതറിയാവുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട്, ഞരങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. കണ്ടോ? എൻ്റെ ഉള്ളിലൊരു മെക്കാനിസം വെച്ചിരിക്കുക. അല്ല, ചോദിക്കുക, ഇപ്പം പേസ് മേക്കർ എന്നൊരു സാധനമുണ്ട്. നിങ്ങളുടെ ഹൃദയം പിടിപ്പ് അത്ര അങ്ങോട്ട് പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റും? വെളിയിൽ നിന്നൊരു എക്സ്റ്റേണൽ സാധനം എടുത്ത് അകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുക. അപ്പോൾ അതിരുന്നുകൊണ്ട് ബാറ്ററി പ്രവർത്തിച്ച് അതടിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുമ്പം എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. ആലോചിക്കുക, എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അത് മാത്രമോ? പരിശുദ്ധാത്മാവ് മാത്രമല്ല, അടുത്തത് യേശു എവിടെയാണെന്ന്? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക? ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഇന്ന് നമുക്കറിയാവുന്ന ഏക ഒരു കാര്യമാണ്. എന്താണ്? എല്ലാവരും ചാറ്റ്. മുഖത്തോട് മുഖത്തൊന്നും ചാറ്റ് ചെയ്യത്തില്ല, അല്ലേ? ഒരു വീട്ടിൽ ലിവിങ് റൂമിൽ എല്ലാവരും 4 പേരിരിക്കുമ്പം അപ്പൻ ചാറ്റിക്കൊണ്ടിരിക്കുക, അമ്മ അപ്പുറത്ത് ചാറ്റിക്കൊണ്ടിരിക്കുക, പിള്ളേർ ഇപ്പുറത്ത് കിടന്ന് ചാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവരും ചാറ്റുമാണ്. പക്ഷേ ഇതുങ്ങൾ 4 തമ്മിൽ ചാറ്റുന്നില്ല. ഭൂലോകത്തിൻ്റെ അങ്ങറ്റത്തിരിക്കുന്നവരുമായിട്ടാണ് ചാറ്റ്, അല്ലേ? അതുപോലെ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് യേശു താഴോട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, പിതാവിനോട്. ആരെക്കുറിച്ചാണ് ചാറ്റ് ചെയ്യുന്നത്? എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, അല്ലേ? നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ യേശു. അപ്പം ഭൂമിയിൽ ഇവിടെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൽ യേശു ക്രിസ്തു. ഇനി പ്രാർത്ഥനയിൽ എന്ത് സഹായം വേണ്ടിയേ? അപ്പം നിങ്ങൾ മിടുക്കന്മാരാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യേശു അവിടെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഇനി ഉറങ്ങാം. പണ്ടൊരിക്കൊരു നൈറ്റ് ഡ്യൂട്ടി വാച്ചർ മത്തായി
ഈ പറഞ്ഞ രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണ്, ഒരു 10 മണിയായപ്പോഴത്തേക്കും നല്ല ഉറക്കം വരുന്നു. കടിച്ചു പിടിച്ച് പോയി മുഖം കഴുകിക്കൊണ്ടൊന്നും ഒന്നും രക്ഷയില്ല. അവസാനം വന്ന് വേദവസ്തം വായിച്ച് നോക്കിയപ്പോൾ ഒന്നുകൂടെ ഉറക്കം വരുന്നു. അവസാനം ആ വേദവസ്തം വായിച്ചപ്പോൾ ഒരു വാക്യം പെട്ടെന്ന്, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. പുള്ളി അപ്പോഴടച്ചു വെച്ച്. രണ്ടുപേരും കൂടെ ഉണർന്നിരിക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടുപേരും കൂടെ ഉണർന്നിരുന്ന് ഇവിടെ നൈറ്റ് വാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഉറങ്ങിയേക്കാം, കർത്താവേ നീ എന്തായാലും. അതുപോലെ ഇപ്പം നമ്മൾ ഈ വാക്യം നിങ്ങൾക്ക് ഒരു ഇതായി. അവിടെ എന്തായാലും യേശു പ്രാർത്ഥിക്കുന്നു, ഇവിടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കേണ്ട. അല്ല, എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കുവാൻ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ, അല്ലേ? പരിശുദ്ധാത്മാവിനെയും യേശു അവിടെയും ഇരുന്നുകൊണ്ട് തൻ്റെ ശുശ്രൂഷ അവിടെ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുന്നു. എന്നിട്ടും നമ്മൾ നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. ചില വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. എഫീഷ്യൻസ് ചാപ്റ്റർ 6:18. എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ. ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ വലിയ എസ് ആണ്, പരിശുദ്ധാത്മാവിൽ എന്നുള്ള അർത്ഥം തന്നെയാണ്. അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. ഇപ്പം ചിലപ്പോൾ നമ്മൾ പറയാമല്ലോ ഒരു സ്ഥിരതയില്ല. അതെ, ഏത് വിഷയത്തിലാണ്? കഴിക്കുന്ന കാര്യത്തിൽ നല്ല സ്ഥിരതയുണ്ട്, അല്ലേ? ചാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നല്ല സ്ഥിരതയുണ്ട്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ പ്രാർത്ഥനയിൽ മാത്രം നമുക്ക് സ്ഥിരതയില്ല. പിന്നെ അല്ലേ പൂർണ്ണ സ്ഥിരത. ഇവിടെ അപ്പോസ്തലൻ പറയാം പൂർണ്ണ സ്ഥിരത പ്രാർത്ഥനയിൽ കാണിക്കും. പക്ഷെ അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനകത്തൊരു രാമയും പറയും, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ സഹായം പ്രാർത്ഥനയിൽ വേണം. യൂദായുടെ ലേഖനം 20-ാം വാക്യം. യൂദ വെളിപ്പാടിൻ്റെ തൊട്ട് മുമ്പാണ്, ഒരധ്യായമേ ഉള്ളൂ. അതിനകത്ത് 20-ാമത്തെ വാക്യം. ഏതാണ് ആ വാക്യം? നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. മതി, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണോ എന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വടിയും കൂടെ കിടന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, അല്ലേ? ആർ വി പ്രേയിങ്? യെസ് ഓർ നോ മേ ബി. പക്ഷേ ആർ യു പ്രേയിങ് ഇൻ ദ ഹോളി ഗോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താന്ന് പോലും അറിയത്തില്ല. ഒരിക്കൽ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരു തന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, അതെന്താണ് സാധനം എന്ന് ചോദിച്ചു. അതുപോലെയാണ് ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യം പോലും നമുക്കറിയാതിരിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സഭയാണ്. പലപ്പോഴും ഇന്നത്തെ ഒരു പ്രശ്നം ഇതാണ്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കാം എന്നൊരനുഭവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. വീണ്ടും റോമാലേഖനം 8:26, റോമൻസ് 8:26, റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. ആത്മാവ് തന്നെ, പങ്ക്ച്വേഷൻസ് സൂക്ഷിക്കണേ. ആത്മാവ് തന്നെ ഉച്ചരിച്ചൂടാത്ത ഞരക്കങ്ങളാൽ. നമ്മുടെ ഉള്ളിലിരുന്നോണ്ട് ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു? ഉച്ചരിച്ചൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. കണ്ടോ? വിത്ത് ഗ്രോണിങ്സ് ആൻഡ് അട്ടറൻസസ് ഹി ഈസ് അട്ടറിങ് എ പ്രേയർ. അതെന്താണ്? ഇൻറ്റർസെസറി പ്രേയർ. എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട്. അതാണ് പഴയ പാട്ട്, ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനെ. പണ്ട് വല്യമ്മച്ചി പാടുന്ന പാട്ട് ഓർമ്മയുണ്ടോ? ഇതൊക്കെയാണ് പാട്ട് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഒരുമാതിരി ടപ്പാങ്കൂത്ത് പാത്തുകളും കൊണ്ട് ഓരോന്നും വരും. ശരിക്കും ആലോചിക്കുക, ആ പാട്ട് ഞരങ്ങി ക്രോണിങ്സ് അല്ല, എൻ്റെ ഉള്ളിൽ ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി. അതായത് വേറെ ആർക്കുമല്ല, എനിക്ക് വേണ്ടി ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി. അടുത്തത് ഇരന്നുക എന്ന് പറഞ്ഞാൽ എന്തൊരു, ഇരക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക. അതാണ് ഇൻ്റർസെഷൻ. എത്ര മനോഹരമായ ആ വരികൾ ആലോചിച്ച് നോക്കിയേ. പഴയ ഭക്തന്മാരുടെ അനുഭവമാണ്, അതുകൊണ്ടാണ് അവരൊക്കെ അത് എഴുതി വെച്ചത്, അല്ലേ? ഞരങ്ങി ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, അല്ലേ? എന്താണ് ആ പാട്ടിൻ്റെ തുടക്കം? പരനെ നിൻ തിരുമുൻപിൽ
ശരിയായി. പാട്ട് പിന്നെ പാടാം, ഇത് കഴിയട്ടെ. കേട്ടോ? അപ്പം അതാലോചിച്ച് നോക്കി, ആ ഭക്തൻ, ആ പാട്ടെഴുതിയ ഭക്തൻ പോലും എന്താണ് പാട്ടായിട്ട് എഴുതിയത്? പരനെ ശരിയായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ ശിഷ്യന്മാരെന്താ യേശുവിനോട് പോയി പറഞ്ഞത്? യേശുവെ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് നമ്മുടെ പ്രശ്നം പ്രാർത്ഥനയിൽ ഡോക്ടറേറ്റും എടുത്ത്, പിന്നെന്താ, എത്ര ഡോക്ടറേറ്റാ? ഇപ്പോൾ ഡോക്ടറേറ്റിന് ശേഷം എടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസിലാണ് ഇപ്പം. അല്ല, ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ഭക്തന്മാർ പറയുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? ശരി. അപ്പം അവിടെയും നമ്മൾ വായിച്ചത് ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന. ഇനി യേശു പ്രാർത്ഥിക്കുന്നുള്ളൊരു വാക്യമുണ്ട്, എബ്രായലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. ഹീബ്രൂസ് 7:25. എബ്രായലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ? ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശുവിടെ നിരന്തരമുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, യേശു സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലേ? അങ്ങനെ രണ്ടുപേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര പ്രാർത്ഥനക്കാരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അവർ ശരി എന്നൊക്കെ പറയും, അവരൊന്നും പ്രാർത്ഥിക്കത്തില്ല. പണ്ടൊരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു, അതാണ് പ്രയർ ടവർ. കുറ്റം പറയുകയല്ല, പ്രാർത്ഥനാ ഗോപുരം. ഈ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ TV ഒക്കെ കണ്ടിട്ട് നമ്മളതിനകത്ത് നമ്പർ കൊടുക്കാറില്ല, പക്ഷെ എന്നാൽ എവിടെ നിന്നെങ്കിലും നമ്പർ എടുത്ത് വിളിക്കും. എനിക്ക് കൂടെ കോൾ വരും, പ്രാർത്ഥനാ ഗോപുരമാണോ? അപ്പം ഞാനിപ്പോൾ അല്ല, എന്തിനാ നമ്മൾ കള്ളം പറയുന്നത്? പ്രാർത്ഥനാ ഗോപുരമാണോ? അല്ല. പിന്നെ ഇതേത്? നമ്മൾ ഇതൊരാളുടെ നമ്പറാണ്. ഏതാൾ? ഇതൊരു പാസ്റ്ററാണ്. അപ്പം പ്രാർത്ഥിക്കൂല്ലേ? അടുത്ത സത്യവും പറയാൻ വയ്യ, കള്ളവും പറയാൻ വയ്യ. അടുത്ത പ്രശ്നം. പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങ് വരും, ശരി എന്താ പറഞ്ഞാട്ട്, സമയമുണ്ട് ഞാൻ പറഞ്ഞാട്ട്. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യും, പ്രാർത്ഥിച്ചോളാം, ഞങ്ങളുടെ പ്രാർത്ഥനാ പടയാളികൾ ഇങ്ങനെ മുട്ടുമേൽ നിൽക്കുകയാണ്, പെട്ടെന്ന് വിളിച്ചോളൂ എന്ന് പറയാനൊന്നും ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, ഇപ്പം പ്രാർത്ഥിക്കാം. അപ്പം തന്നെ ഞാനൊരു പ്രാർത്ഥന വരച്ച് ആമയും പറഞ്ഞങ്ങ് വിടും. ഇനി പ്രാർത്ഥിക്കുന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. അത്രയെങ്കിലും ചെയ്യാം, വിളിച്ചതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചേക്കാം, അത്രയേ ഉള്ളൂ, അല്ലേ? പക്ഷേ ഇതങ്ങനല്ല, അല്ലേ? എനിക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കുന്ന, ഞാൻ എന്തായി പറഞ്ഞു വരുന്നത്, നമ്മൾ മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്കൊക്കെ ലിമിറ്റ്സ് ഉണ്ട്. പക്ഷെ നിരന്തരം കണ്ടിന്യൂസ്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലിരുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയത്? ആലോചിച്ച് നോക്കിയേ. പക്ഷെ പ്രശ്നം, അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. അതാണല്ലോ നമ്മൾ ഈ പഠിച്ചു വരുന്നത്, അല്ലേ? അപ്പം അവിടെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നറിയാമോ? എഫേസ്യർ 3:20 ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, അല്ലേ? എക്സീഡിംഗ്ലി അബണ്ടൻ്റ്ലി അബവ് ഓൾ ദാറ്റ് ഐ ആസ്ക് ഓർ ഈവൻ തിങ്ക്. അപ്പോൾ ഇവിടെയാണ് പ്രാർത്ഥനയിൽ നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ ധാരാളം ചോദിക്കണം, പ്രിയപ്പെട്ടവരെ. ഇംഗ്ലീഷിൽ ഒരു പഴയ ഹിമ്മുണ്ട്, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തപ്പോൾ അർത്ഥം മാറിപ്പോയി. ഇംഗ്ലീഷിൽ വളരെ കറക്റ്റാണ്. സ്വീറ്റ് ഹവർ ഓഫ് പ്രേയർ, സ്വീറ്റ് ഹവർ ഓഫ് പ്രേയർ. പക്ഷേ സംഭവം എന്താണെന്ന് അറിയാം, ഇറ്റ്സ് നൈദർ സ്വീറ്റ് നോർ ആൻ അവർ. നമുക്ക് ഈ പറഞ്ഞാൽ അത്ര സ്വീറ്റ് അല്ല പ്രാർത്ഥന, 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ പാടുന്നത് എന്താണ്? സ്വീറ്റ് ഹവർ ഓഫ് പ്രേയർ എന്നാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രേയർ ഹാബിറ്റ്സിൽ ശരിക്കും പലപ്പോഴും ഇന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നല്ലപോലെ പ്രാർത്ഥിച്ചു, തൃപ്തിയാവണ്ണം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസമോ നമ്മളിങ്ങനെ പറയും, ഇന്ന് പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു, ടുഡേ വി വർ ഇൻ ദ മൗണ്ടൻ. നാളെയോ വാലിയല്ല, ഡിച്ച്. വാലിയെങ്കിൽ കുഴപ്പമില്ല, കാശ്മീർ താഴ്വര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭംഗിയുണ്ട്. ഇത് കുഴിയിലാണെന്നേ, ചെളിക്കുണ്ടിലാണ്. ഇന്നലെ ഞാനങ്ങ് പ്രാർത്ഥനയുടെ കൊടുമുടിയിൽ, അല്ലേ? നമ്മളിങ്ങനെ സ്പ്രിങ്ങിലാണ് നിൽക്കുന്നത്. എവിടാ? പ്രാർത്ഥനയുടെ കൊടുമുടിയിൽ. പക്ഷെ ഇന്ന് ഞാനെവിടാ? ഇനി ഇതിൽ നിന്ന് പൊക്കി കൊണ്ടുവരണമെങ്കിൽ വേണ്ട ഒരു ലോറി പൊക്കാൻ പെടുന്ന പാട് നമ്മൾ കാണുന്നു. ഇതുപോലെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇനി പൊക്കി കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് താണു പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെയാണ് ശരിക്കും എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല? ചില കാരണങ്ങൾ ബൈബിളിൽ തന്നെ നമുക്ക് നോക്കാം. 66-ാം സങ്കീർത്തനം 18-ാം വാക്യം. 66-ാം സങ്കീർത്തനം 18-ാം വാക്യം, Psalm 66:18. എന്താണ് അവിടെ പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. 66-ാം സങ്കീർത്തനം 18-ാം വാക്യം.
ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ല. ആ, എനിക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ ഇത് കർത്താവ് കേൾക്കണമെങ്കിൽ, കേൾക്കുക എന്നതിൻ്റെ അർത്ഥം കേട്ട് ഉത്തരം തരിക എന്നുള്ള അർത്ഥമാണ്. ഇത് കർത്താവ് കേട്ട് ഉത്തരം തരണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് കരുതരുത്? അകൃത്യം. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ഇഫ് ഐ റിഗാർഡ് ഇനിക്വിറ്റി ഇൻ മൈ ഹാർട്ട്, ഹി വിൽ നോട്ട്, ഓർ ഡെഫിനറ്റ്ലി ഹി വിൽ നോട്ട് ഹിയർ മൈ പ്രയർ. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല. ഇനി അടുത്തൊരു വാക്യം, യെശയ്യാ 59:1-2 നമുക്കെല്ലാവർക്കും കാണാപ്പാട് അറിയാവുന്നൊരു വാക്യം. ഐസയ്യാ 59:1-2, യെശയ്യാ 59:1-2 വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇല്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. കണ്ടോ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം മുഖം മറച്ചു കളയുമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? നിങ്ങളുടെ അകൃത്യങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അകൃത്യങ്ങളും പാപങ്ങളും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു പാപി ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കും. ഏത് പ്രാർത്ഥന? ഫൊർഗീവ് മൈ സിൻസ് എന്ന് പറയുന്ന പ്രാർത്ഥന കേൾക്കും. പക്ഷെ നമ്മളിരിക്കുന്നൊരു പാപികളല്ല. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെയും പാപത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിൽ അകൃത്യമുണ്ടെങ്കിൽ, സദൃശവാക്യം 28-9 സദൃശവാക്യം 28-9 അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ. ന്യായപ്രമാണം കേൾക്കാതെ, അന്ന് പഴയ നിയമത്തിൽ ന്യായപ്രമാണം വായിച്ചു കേൾക്കണം. ഇന്ന് നാടെ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നു. ഈ കേൾക്കുന്ന ദൈവവചനം കേട്ടിട്ട് നിങ്ങൾ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. അയ്യോ, നമ്മളിത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷെ അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ മുഖത്തെ ഭാവം ആർക്കെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? നിങ്ങളിങ്ങനെ കൈ പൊക്കി, വലിയ 2 കൈയും പൊക്കി ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നു. ഉടൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖഭാവം എന്താണ്? മുഖഭാവം വെറുപ്പാകുന്നു. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവിൻ്റെ മുഖം എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്താണ് ആ വെറുപ്പിന് കാരണം? ദൈവത്തിൻ്റെ മുഖത്തെ വെറുപ്പ്. ആ തമിഴ് നല്ല അറുവെറുപ്പ് ആർക്ക് അല്ലേ? നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവത്തിന് അത് വെറുപ്പായിട്ട് തോന്നുന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവവചനം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അതനുസരിക്കാതെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് കേൾക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിന് വെറുപ്പ്. എത്ര പേർക്കത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? എന്ത് ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇതിൽ പറയുന്ന എന്തെങ്കിലും അനുസരിക്കാതെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഈ ഹൃദയത്തിൽ ഞാൻ പാപവും അകൃത്യവും കരുതിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, എൻ്റെ ദൈവം കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പായിരിക്കും. ഇവിടെയാണ് നമുക്കൊരു മാനസാന്തരം വരേണ്ടി പ്രിയപ്പെട്ടവരെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ തുടങ്ങുമ്പം നമ്മൾ എന്തിനും ഏതിനും പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും, ശരിയല്ലേ? ഫോർ എവറിത്തിങ് ആൻഡ് എനിത്തിങ് വി റൺ ടു ഗോഡ് ഇൻ പ്രേയർ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, വി റൺ ടു ഗോഡ് ഓൺലി ഇൻ എമർജൻസീസ്. എന്താണ്? അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇപ്പം പ്രാർത്ഥിക്കാറുള്ളൂ. ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴോ? ആലോചിച്ച് നോക്കി, എമർജൻസി വരുമ്പം മാത്രം. പിള്ളേരുടെ പരീക്ഷ വരുമ്പോൾ എന്തായി? ഭയങ്കര പ്രാർത്ഥന. കാരണം എമർജൻസിയാണ്. അസുഖം വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥന, എമർജൻസിയാണ് അല്ലേ? പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അന്നേക്കുള്ള ആഹാരം തരണമേ. അതിൻ്റെ അർത്ഥം എവ്രി ഡേ, ഈവൻ ഫോർ യുവർ ഫുഡ് യു നീഡ് ടു പ്രേ. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയാമോ? നമ്മൾ അന്നന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മേടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കിയേ. അതിലേറ്റവും സങ്കടം നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ അപ്പം മേടിച്ചു കൊടുത്തിരിക്കും, ശരിയല്ലേ? അവരെന്ത് ചോദിക്കുന്നോ നിങ്ങളുടെ പൈസ ഉള്ളതുകൊണ്ട് അപ്പം മേടിച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം? ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ പഠിക്കുന്നില്ല. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ എന്ത് ചോദിച്ചാലും വീട്ടുകാർക്ക് വാങ്ങിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല. അവരോടും പറയുന്നൊരു വാക്കുണ്ട്, പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്ക്. എനിക്കിത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്ക്. പിന്നെ എന്തിനാ അപ്പനും അമ്മയായിട്ടിരിക്കുന്നത്? ശരിയല്ലേ? അവരുടെ ഇല്ല പൈസ, അവരുള്ളതാ പറഞ്ഞ പ്രാർത്ഥിക്കും മോനെ, ദൈവം തരും അല്ലേ? ഒരു ജോമെട്രി ബോക്സ് വേണം, പ്രാർത്ഥിക്ക് അല്ലേ? എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കണം.
ഇന്നത്തെ നമ്മുടെ എത്ര കുട്ടികൾ കർത്താവേ എനിക്കൊരു ജോമെട്രി ബോക്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ച് മേടിച്ച കുട്ടികൾ വല്ലതും ഉണ്ടോ? ഇതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളോട് ഒരു വാക്ക് പറയാം. നിങ്ങൾക്ക് പണമുണ്ടെന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് അവർ ചോദിക്കുന്നത് മേടിച്ചു കൊടുക്കരുത്. നിങ്ങളൊരു ഒരു രീതി, ഒരു ശീലം അവരെ ശീലിപ്പിക്കുക. എന്താണെന്നറിയാം, എന്ത് വിഷയം അവർ വന്ന് പറഞ്ഞാലും മക്കളെ പ്രാർത്ഥിക്കുക എന്ന് അവരൊന്ന് പ്രാർത്ഥിക്കുന്ന ശീലം അവരിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ മേടിച്ചു കൊടുത്തോ, കുഴപ്പമില്ല. അതായത് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നതായിട്ടിരുന്നോട്ടെ. അല്ലാതെ നിങ്ങൾ നേരിട്ട് അവരുടെ ആവശ്യം അങ്ങ് തീർത്ത് കൊടുക്കരുത്. അവരോട് പ്രാർത്ഥിക്കാൻ പറ, അല്ലേ? പ്രാർത്ഥിച്ച്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ചതാണ് എന്ന് സാക്ഷ്യം പറയത്തക്ക വണ്ണമുള്ള എന്തൊക്കെ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ബിക്കോസ് യു ഹാവ് മണി, ഡോണ്ട് ബൈ എവറിത്തിങ്, ആസ്ക് ഗോഡ്, അല്ലേ, ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ഹിം. അപ്പം നമുക്കൊരു നന്ദി കാണും. ഓ, എൻ്റെ ദൈവം തന്നതാണ്, എൻ്റെ ദൈവം തന്നതാണ്, അല്ലേ? ഇന്നത്തെ പ്രശ്നം, നമുക്ക് മോനൊരു പെണ്ണിനെ വേണം, മോക്കൊരു ചെറുക്കനെ വേണം. ആരാ കൊണ്ട് തന്നത്? എം ഫോർ മാരി. അപ്പോൾ നിങ്ങൾക്ക് എന്നും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയോട് വലിയ നന്ദിയായിരിക്കും. കാര്യം എന്താണ്? അയ്യോ, കോട്ടയത്ത് അങ്ങനെ ഒരു കുടുംബം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിനെ ചെറുക്കനെ കിട്ടത്തില്ലായിരുന്നു. മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രാർത്ഥിച്ച് എൻ്റെ മോക്കൊരു പയ്യനെ കിട്ടി, എൻ്റെ മോനൊരു നല്ല പെങ്കൊച്ചിനെ, ദൈവഭയമുള്ള പെങ്കൊച്ചിനെ പ്രാർത്ഥിച്ച്, എൻ്റെ എത്രയോ നാളുകളായി വിഷയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് എനിക്കൊരു നല്ല മരുമോളെ കിട്ടി. വെള്ളം തരാത്ത മരുമോളെ എന്തുകൊണ്ടാണ് ദൈവം തന്നതെന്നറിയാമോ? ദൈവം അല്ല തന്നത്, എം ഫോർ മാരിയാണ് തന്നത്. ഇനിയെങ്കിലും പോയിരുന്നു പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ പോലെ. ഞാൻ തമാശ പറഞ്ഞല്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ പ്രശ്നം എവ്രിതിങ് ഇൻ അവർ ഫിംഗർ ടിപ്സ്, അല്ലേ? നമ്മുടെ വിരൽത്തുമ്പുകളിലാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയ കുറച്ച് ഉദാഹരണങ്ങൾ ചേർത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എമർജൻസിയിലല്ല ഓടിപ്പോണ്ടത്. യേശുവിൻ്റെ സ്വഭാവം അല്ല, തൻ്റെ ജീവിത രീതി മാത്രം എടുത്ത് നോക്കിയാൽ മതി. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, മാത്യു ചാപ്റ്റർ 14:23. ഇതൊക്കെ നമ്മൾ എത്രയോ വട്ടം കേട്ടുള്ള വാക്യങ്ങളാണ്. എന്തായാലും ഒന്ന് വായിച്ചേക്കാം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ, പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് കിടക്കുവാനായി അവൻ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയേനെ. കാരണം പകൽ നല്ല തിരക്കല്ലായിരുന്നു. യേശുവിൻ്റെ തിരക്ക് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ OP ഇരിക്കുന്ന ഡോക്ടറെ പോലെ, അല്ലേ? ഭയങ്കര തിരക്ക്. ഉച്ചയ്ക്ക് 4 മണിയായാലും ചോറുണ്ണാൻ പറ്റുന്നില്ല, തിരക്ക്, ക്യൂ കഴിയണ്ടേ എന്ന് പറയുന്നില്ല. പക്ഷെ അതിനെക്കാട്ടിലും തിരക്കായിരുന്നു യേശു. അടുത്തത്, പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ഉണ്ടോ? ഒറ്റയ്ക്ക് പോയി മലയിൽ പോയി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശു. വീണ്ടും നമുക്ക് ലൂക്കോസ് 6:12 വന്നാൽ, ലൂക്കോസ് 6:12, ലൂക്ക് 6:12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി. അപ്പം എന്തുവായിരുന്നു? അത് ഓൾ നൈറ്റ് പ്രയർ ആയിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. 21:37-38, 21:37-38 എന്തുവായിരുന്നത്? അവൻ ദിവസേന പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. പകൽ മൊത്തം ചർച്ച് ഭയങ്കര മിനിസ്ട്രി ആയിരുന്നു കേട്ടോ. ചർച്ച് ഭയങ്കര മിനിസ്ട്രിയാ. പക്ഷെ രാത്രി എന്താണ്? രാത്രി ഒലിവ് മലയിൽ പോയി പാർക്കും. എന്താ അവിടെ ചെയ്യുന്നത്? അടുത്ത വാക്യം, ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദേവാലയത്തിൽ. അടുത്ത ദിവസം വീണ്ടും മിനിസ്ട്രി ഉണ്ട്. തിരിച്ച് വീണ്ടും ചർച്ച വരുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ കേൾക്കാൻ വരും. പക്ഷേ അവർ കേൾക്കാൻ വരുമ്പം തലേന്ന് എവിടെ പോയിരുന്നു? അല്ലേ? യേശുവിൻ്റെ ആ ഒരു നല്ല മാതൃക നമുക്ക് നല്ലൊരു മാതൃകയല്ലേ പ്രിയപ്പെട്ടവരെ? രാത്രി മുഴുവൻ പോയി പ്രാർത്ഥിക്കുന്ന യേശു. ഇതിനെപ്പറ്റി ഞാൻ രാവിലെ ഒരു സർവീസിലൊരു കഥ പറഞ്ഞു. ഞാൻ പണ്ട് വായിച്ചൊരു ബുക്കാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അമേരിക്കയിൽ ഉള്ള ഒരു വൃദ്ധ ദമ്പതികൾ, അവർ ഇൻറ്റർസെസേഴ്സ് ആയിരുന്നു. പ്രാർത്ഥിക്കുവാൻ ദൈവം അവരോട് പറഞ്ഞ് അയക്കുന്ന രാജ്യങ്ങളിൽ പോയി അവർ വളരെ രഹസ്യമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തിരിച്ചു. അവരുടെ വേറെ മിനിസ്ട്രി ഒന്നുമില്ല, അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ഭാരം ദൈവം കൊടുത്തിട്ട് പല പ്രാവശ്യം അവർ ഇന്ത്യയിൽ ദൈവത്തോട് ചോദിക്കും, കർത്താവ് ഞങ്ങൾ ഇന്ത്യയിൽ ഇപ്രാവശ്യം എവിടെ പോകണം? അപ്പം ദൈവം പറയുന്നിടത്ത് പോകും. അങ്ങനെ ഒരു പ്രാവശ്യം അവർ വന്ന് തങ്ങിയത് എത്രയോ ആഴ്ചകളൊന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വന്ന് രഹസ്യമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത്രയേ ഉള്ളൂ. അവരാരെയും മതം മാറ്റിയില്ല, ആരോട് സൂസൈഡും പറഞ്ഞില്ല, ആർക്കും ട്രാക്റ്റ് കൊടുത്തില്ല. അവർ രഹസ്യമായിട്ട് വന്ന്
ദൈവം പറഞ്ഞ സമയം പ്രാർത്ഥിച്ചിട്ട് അവരങ്ങ് തിരിച്ചുപോയി. ഒരു പ്രാവശ്യം ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരുന്ന എവിടെയാണെന്നറിയാം, ഹിമാലയ പർവ്വതത്തിൽ ഒരു സ്ഥലത്താണ്. ദൈവം പറഞ്ഞു ഹിമാലയത്തിൽ പോകണം. ഇവരിരുന്നുകൊണ്ട് ഹിമാലയ എവിടെയാണെന്ന് തപ്പി, അതേത് സ്റ്റേറ്റിലാണ്, അവിടെ താമസിക്കാൻ വല്ല സ്ഥലമുണ്ടോ, അവിടെ ഹോട്ടലൊന്നുമില്ല. അവസാനം തപ്പി പിടിച്ചപ്പോൾ ഒരു ഹോം സ്റ്റേ പോലെ ഒരു വീട്ടിലൊരു മുറിയുണ്ട്. അതൊരു ഒരു ഒരു ക്രൈസ്തവൻ്റെയാണ്. അവിടെ ഒരു മുറി കിട്ടും, അത്യാവശ്യം ഭക്ഷണം വെജിറ്റേറിയൻ കിട്ടും. അവർ ബുക്ക് ചെയ്ത് കൃത്യമായിട്ടും ഉറപ്പിച്ച് അവിടെ ചെന്നപ്പം കൊള്ളാം. ഒരു മലയുടെ മണ്ടയിൽ നല്ലൊരു വീട്, ഒരു കൊച്ചു വീടാണ്, പക്ഷേ അതിനകത്ത് നല്ലൊരു വൃത്തിയുള്ള മുറി ഇവർക്കുണ്ട്. ഒരു നല്ലൊരു ബാത്റൂമും ഉണ്ട്. നല്ല തണുപ്പിക്കാൻ ചൂടാക്കാനുള്ള ഹീറ്ററും കാര്യങ്ങളൊക്കെ ആ മുറിയിലുണ്ട്. കൊള്ളാം, അവർക്ക് സന്തോഷമായി. അതിൻ്റെ ഉടമസ്ഥനൊരു അവിടുത്തെ ഒരു സ്കൂൾ ടീച്ചറോ ഹെഡ് മാസ്റ്ററോ അങ്ങോട്ടാണ്. അവിടെ എങ്ങാണ്ട് ദൂരെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ, കല്യാണം കഴിക്കാത്തൊരു മകളുമുണ്ട്. അപ്പനും മോളും മാത്രമേ വീട്ടിലുള്ളൂ. ഈ മോള് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കും. അപ്പം ഫുഡ് ആൻഡ് സ്റ്റേ, ഇതാണ് കാര്യം. അപ്പോൾ ഈ സാഹിബിനും മദാമയ്ക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അവർ പകലൊക്കെ ഇറങ്ങി എന്ത് ചെയ്യും, ഈ മലയിലെല്ലാം നടന്ന് ഇവർ പ്രാർത്ഥിക്കും. രാത്രിയും വന്ന് കതടച്ചിരുന്ന് ഇവർ പ്രാർത്ഥിക്കും. ഇവർ കൂടുതലും പ്രാർത്ഥനയാണ്, വേറെ ഒന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പം ഈ മദാമ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ മനുഷ്യൻ, ഈ വീട്ടുകാരൻ, ഇയാൾ എവിടെയോ പോയിട്ട് ഇയാൾ വെളുപ്പിനാണ് ഈ പറഞ്ഞ പോലെ മല ഇറങ്ങി വന്ന് വീടിനകത്ത് വന്ന് കയറുന്നു. അടുത്ത ദിവസം രാവിലെ കാണുമ്പോൾ മല ഇറങ്ങി വന്ന് വീട്ടിനകത്ത് കയറുന്നു. ചുറ്റും ഇങ്ങനെ മലകളാണ്. അപ്പോൾ ഇവർക്കൊരു ആകാംക്ഷ, ഈ മനുഷ്യൻ രാത്രി എവിടെയാണ് പോകുന്നത്, ഈ മോളെ ഒറ്റക്കായിട്ട് ഇയാൾ എവിടെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പുള്ളിക്കാരത്തി മോളോട് ചോദിച്ചു, മോളെ ഈ പപ്പ എവിടെയാണ് ഈ വെളുപ്പിന് പോയിട്ട് വരുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, മാഡം അത് പപ്പ 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് അദ്ദേഹം താഴെ പോയിത്തോണ്ട് ആ കുളമില്ലേ അവിടെ പോയി മുങ്ങി കുളിക്കും. 3 മണിക്കോ, ഈ തണുപ്പത്തും ഹിമാലയത്തിൽ. അതെ. എന്നിട്ട് അദ്ദേഹം ഈ മല 1 മണിക്കൂർ കയറി മുകളിൽ ചെല്ലും. അപ്പം 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് 1 മണിക്കൂർ മുകളിലോട്ട് കയറുമ്പോൾ 4-4:30 എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അവിടെ അകത്ത് കയറി ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും, പൂജ ചെയ്യുകയൊക്കെ ചെയ്യുമെന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി 1 മണിക്കൂർ നടന്ന് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് ഞാൻ കൊടുക്കുന്ന കട്ടൻ കാപ്പി കുടിക്കുന്നത്. അതായത് വെറും വയറ്റിൽ തണുപ്പത്ത് ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് 1 മണിക്കൂർ മല കയറി 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് 1 മണിക്കൂർ മല ഇറങ്ങി വന്നിട്ടാണ് ആദ്യത്തെ ചൂടുവെള്ളം കുടിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ബാഗുമൊക്കെ എടുത്ത് സ്കൂളിൽ പോകും പഠിപ്പിക്കാൻ. ഇത് ഡെയിലിയാണ് ഈ പരിപാടി. ഇത് ആ മകൾ പറഞ്ഞു. അപ്പോൾ ഈ മദാമ എഴുതിയിരിക്കുക, ഞാൻ വായിച്ചതാ. ഞാനിത് കേട്ടിട്ട് മുറിയിലോട്ട് വന്ന് ഞാനിരുന്നിട്ട് ചിന്തിച്ചു, കർത്താവേ, പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാത്ത ഒരു ഊമ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് എന്തുമാത്രം വില കൊടുക്കുന്നു. 3 മണിക്ക് എഴുന്നേൽക്കുന്നു, ഈ തണുപ്പ് വെള്ളത്തിൽ പോയി കുളിക്കുന്നു, 1 മണിക്കൂർ ആ ഇരുട്ടത്ത് മല കയറിപ്പോകുന്നു, അവിടെ 2 മണിക്കൂർ തിരിച്ചും മല ഇറങ്ങി 1 മണിക്കൂർ നടന്ന് എന്നിട്ടാണൊരു ചൂടുവെള്ളം കുടിക്കുന്നത്. ഇത്ര പാടുപെട്ടാണ് താൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം പ്രാർത്ഥിക്കുവാൻ ഞാൻ ചെയ്യേണ്ടുന്ന സാക്രിഫൈസ് ഇത്രയേ ഉള്ളൂ. ഐ ഹാഡ് ടു ജസ്റ്റ് സ്ലിപ്പ് ഫ്രം മൈ ബെഡ് ടു ദ കാർപ്പറ്റ്. എന്താണ്? ഞാൻ കിടക്കുന്ന കട്ടിലിൽ നിന്ന് ഒന്ന് നീങ്ങി ഒന്ന് മുട്ടുകുത്തിയാൽ എൻ്റെ ദൈവം പ്രസൻ്റായി കഴിഞ്ഞു. അതായത് എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ എത്തി. ഞാൻ 1 മണിക്കൂർ നടക്കണ്ട, വെളുപ്പിന് പോയി കുളിക്കണ്ട, ഞാനൊന്നും ചെയ്യണ്ട. പക്ഷേ ഞാൻ ഈ മുട്ടുകുത്തുന്ന ദൈവം ആരാ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം, ജീവനുള്ള ദൈവം. എൻ്റെ ദൈവം ഒരു ഊമ വിഗ്രഹമല്ല, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ പോയി എത്ര പേര് നമ്മൾ പ്രാർത്ഥിക്കുന്നു? ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ദൈവത്തോടാണ്. നമുക്ക് ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചേ, അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളത് പറയുമ്പം അത് ഒഫൻസായിട്ട് എടുക്കരുത്, അല്ലേ? അവരെല്ലാം അവർക്ക് അറിവുള്ളതുപോലെ അവർ പ്രാർത്ഥിക്കുക, അല്ലേ? ദേ ആർ പ്രേയിങ് ടു ഗോഡ് ഓഫ് ദെയർ ഓൺ ഇമാജിനേഷൻസ്. പക്ഷെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് ശമരിയക്കാരത്തെ സ്ത്രീയോട് യേശു പറഞ്ഞത്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പം
ആ മലയിൽ ഈ മലയിൽ, അത് നിങ്ങൾക്ക് ഈ കിട്ടിയ വെളിപ്പാടല്ല, ഞങ്ങൾക്ക് വെളിപ്പാടുണ്ട്. ഞങ്ങൾ യഹൂദന്മാർക്ക് വെളിപ്പാട് ദൈവം വെളിപ്പെടുത്തി തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. യു ആർ വേർഷിപ്പിംഗ് എ ഗോഡ് ഓഫ് യുവർ ഓൺ ഇമാജിനേഷൻ. ഇന്ന് ലോകമ്പാട് നോക്കി ആലോചിച്ച് നോക്കിയേ. ആരെയും നമ്മൾ കുറ്റം പറയല്ല, സത്യം പറയുക. എന്താണ്? അവരുടെ ഭാവനയിലുള്ളൊരു ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാവനയിലുള്ളൊരു ദൈവത്തെ അല്ല, നമുക്ക് ദൈവം തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്ന സത്യദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സത്യദൈവത്തെ ദൈവം വെളിപ്പെടുത്തി തന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചതോടെ വെളിപ്പെടുത്തി തന്നു. ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വെളിപ്പാട് തന്നു ആരാണ് സത്യദൈവമെന്ന്. ആ സത്യദൈവത്തെയാണ്, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഓൺലൈനിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു തിരുവനന്തപുരത്തെ ഒരു ചെറിയ കാര്യം പറയാമായിരുന്നു. ശരി, ഇവിടെ ഒരു കാര്യം ഓർക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. സഭാപ്രസംഗി 5-ാം അധ്യായം 1-2 വാക്യം. സഭാപ്രസംഗി 5:1-2. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 5 വേഴ്സ് 1 and 2. മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടേ, നിന്റെ അധരങ്ങൾ അല്ല 1-2. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. ദേവാലയത്തിൽ പോകുമ്പോൾ കാല് സൂക്ഷിക്കണം. എന്താണ് എൻ്റെ അർത്ഥം? മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ല. മൂഢന്മാർ യാഗമൊക്കെ ഒത്തിരി അർപ്പിക്കും. പക്ഷേ നീ ദേവാലയത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? അടുത്ത് എന്ന് കേൾക്കണം. ഇന്ന് സഭയിൽ ചെന്ന് അടുത്ത് എന്ന് കേൾക്കാൻ വചനമൊന്നുമില്ല. മൂഢന്മാരെല്ലാം കൂടെ ഒന്ന് ആരാധിക്കുക. അതുകൊണ്ട് ഇങ്ങനെ പറയാതിരിക്കും. ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എനിക്കറിയത്തില്ല, ഞാനല്ല. എല്ലാവരും കൂടെ ഒന്ന് ആരാധിക്കുക. പക്ഷെ അടുത്ത് നിന്ന് ദൈവം പറഞ്ഞത് കേൾക്കാൻ ആരുമില്ല. അടുത്തത് പരിജ്ഞാനം. അത് ചില കട്ട് ചെയ്ത് വായിച്ച പരിജ്ഞാനം ഇല്ലായകയാൽ അല്ലോ അവർ ദോഷം ചെയ്യുന്നത്. ഈ പരിജ്ഞാനം എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നറിയാമോ? കേൾക്കാത്തത് കൊണ്ടാണ്. പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദോഷം ചെയ്യുന്നു. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദോഷം ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല. ആത്മീയമെന്ന പേരിൽ തന്നെ ഒരുപാട് ദോഷം ഇപ്പം ചെയ്തു വയ്ക്കുന്നുണ്ട് ഓരോരുത്തർ. കാര്യം എന്താ? ദൈവസന്നിധി ചെന്ന് കേട്ടിട്ടില്ല. കാരണം അവർ ചെല്ലുമ്പം കേൾക്കാനല്ല ചെല്ലുന്നത്. എന്താണ്? അവിടെ യാഗം കഴിയുകയല്ലേ. ഈ മൂഢന്മാരെല്ലാം കൂടെ യാഗം കഴിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഞാനും ചെന്ന് 2 മണിക്കൂർ ചാടിയിട്ടിങ്ങി വരും. എന്തുവാ കേട്ടത്? അതാ പ്രശ്നം. ഇന്നിവിടെ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളോട് ആരും ചോദിക്കുക, ഇന്നെന്തുവാ കേട്ടത് പള്ളിയിൽ? അവിടെ എല്ലാവരും കൂടെ കിടന്ന് ചാടി, ഞാനും കിടന്ന് ചാടി. നല്ല രസമായിരുന്നു ചാടാൻ. ഇതാണ് ഇന്നത്തെ പ്രശ്നം. എന്നാലും ഇവിടെ അങ്ങനത്തെ ചാട്ടം ഇല്ലാത്തതിനായിട്ട് സ്തോത്രം. ചാട്ടത്തിന് ഞാൻ എതിരല്ല. നിങ്ങളെക്കാളിലും ചാടാൻ എനിക്ക് ഇഷ്ടമാണ്, ചാടിക്കാനും അറിയാം. പക്ഷേ ചാടി എങ്ങും എത്തുന്നില്ല. അതായി പ്രശ്നം. ഈ ചാടുമ്പം നമുക്ക് പരിജ്ഞാനമല്ല കിട്ടുന്നത്. അതുകൊണ്ട് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പോയി പോഷത്വമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ദോഷമാണ് ചെയ്യുന്നത്. അതല്ല നമുക്ക് വേണ്ടുന്നത്. പരിജ്ഞാനം വേണം. അതെങ്ങനെ വരുന്നു? വചന കേൾവിയാലാണ് പരിജ്ഞാനം വരുന്നത് പ്രിയപ്പെട്ടവർ. അല്ലേ? വിശ്വാസം മാത്രമല്ല, പരിജ്ഞാനം. ഇന്ന് ദൈവസഭയിൽ ഞാൻ കാണാതിരിക്കുന്ന ഒരു കാര്യമാണ് പരിജ്ഞാനമില്ല. പരിജ്ഞാനമില്ലാത്ത ശുശ്രൂഷകൾ, പരിജ്ഞാനമില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും ദൈവസഭയിൽ നടക്കുന്നത്. ശരി, ഞാൻ അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുന്നു. സങ്കീർത്തനം 141 അതിൻ്റെ 2-ാം വാക്യം വായിച്ചേ. സഭാപ്രസംഗി 2-ാം വാക്യത്തിൽ അതിലാണ് കാര്യം. അതിവേഗത്തിൽ ഒന്നും പറയരുത്. കേട്ടല്ലോ? അതിവേഗത്തിൽ ഒന്നും പറയരുത്. ഡു നോട്ട് ബി ഹേസ്റ്റ് ഇൻ സ്പീച്ച്. അടുത്തത്, ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം. ദൈവസന്നിധി വന്ന് ഒരു വാക്കുച്ചരിക്കാൻ നീ ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ഒരു കാര്യം മനസ്സിലായല്ലോ? ദൈവസന്നിധി വന്ന ഒരുപാട് വർത്താനം പറയണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒത്തിരി പേര് വളരെ മിണ്ടാതിരിക്കുന്നത്. ഇത് നിങ്ങളെ ബാധിക്കുന്ന വാക്യമല്ല, ഇത് ഓൾറെഡി നിങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് ഒത്തിരി പറയാതെ ഇങ്ങോട്ട് കേക്ക് ദൈവം പറയുന്നത്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ പഠിച്ചൊരു ടെർമിനോളജിയാണ് ലിസണിങ് പ്രെയർ, അല്ലേ? ലിസണിങ് പ്രെയർ ഒരു വലിയ നല്ലൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം എന്താ ഇങ്ങോട്ട് പറയുന്നത് അത് കേൾക്കുന്നുണ്ടോ?
അല്ലേ? നമ്മൾ പ്രാർത്ഥനയിൽ എന്തൊക്കെ അങ്ങോട്ട് പറയുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വാട്ട് ഈസ് ഹി ടെല്ലിങ് യു? നമ്മോടെന്ത് ദൈവം പറയുന്നു അത് കേൾക്കുന്നുണ്ടോ പ്രാർത്ഥനയിൽ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയ 141 സങ്കീർത്തനം 2, 3. 141, 2, 3. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും കണ്ടോ? നമുക്ക് പലർക്കും പള്ളിയിൽ പോയി പണ്ട് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന എന്തോ പള്ളിയിൽ എന്തോ പറയുന്നത് സന്ധ്യാ നമസ്കാരം അല്ലേ? അതിൽ സങ്കടമുള്ളവർ വല്ലവരും ഉണ്ടോ? പണ്ടൊരു ആൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ആ പള്ളിയിൽ പോയി ആ പുക എങ്ങോട്ടൊന്ന്, ആ ധൂപക്കുറ്റി വീശുമ്പോൾ ആ പുക എങ്ങോട്ടൊന്ന് അത് മണക്കുമ്പോൾ തന്നെ ഒരു തൃപ്തിയാണ്. ഒരാഴ്ചത്തേക്കുള്ള പുക പിടിച്ചുകൊണ്ട് വന്നാലേ ഒരാഴ്ച എനിക്കൊരു ജീവനുള്ളൂ. പുകയില്ലാത്ത സങ്കടമുള്ള വല്ലവരും ഉണ്ടോ? ഞാൻ പുകയെ കുറ്റം പറയുകയല്ല. പുകയൊക്കെ വേദപുസ്തകത്തിലുള്ള പുകയായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷേ പുതിയ നിയമത്തിൽ ഈ വെടിയും പുകയൊന്നുമല്ല. എൻ്റെ പ്രാർത്ഥനയാണ് എന്താണ്? ധൂപം. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളിൽ താടി വെച്ച അപ്പൂപ്പൻ ഇങ്ങനെ കാണിക്കുമോ? അയ്യോ എടേ, അതിനേക്കാളും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ധൂപം. ഈ അപ്പൂപ്പൻ കാണിച്ചത് വെറും ഗുഡ് ബൈ മസ്കിറ്റോ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ധൂപമായി പോകുന്നു. അടുത്തത്, എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി. അല്ല ചോദിക്കേ അല്ലേ? കൈ മലർത്തി ദൈവസന്നിധിയിലേക്ക് കൈ മലർത്തി പ്രാർത്ഥിക്കുമ്പം ദൈവം അത് സന്ധ്യായാഗമായി കണക്കുവാക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതെന്താണ്? മൈ പ്രേയർ ഈസ് ലൈക്ക് ഇൻസെൻസ്. അടുത്ത വാക്യം 3. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വായിക്കാണ്ട് ഒരു വാരം ഞാൻ ചെന്ന് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പം ദൈവം പറയുന്നത് കേൾക്കണമെങ്കിൽ എൻ്റെ വായൊന്ന് സൂക്ഷിക്കണം. ആ ദൈവസന്നിധിയിൽ ചെന്ന് തുറക്കുന്ന വാ മാത്രമല്ല, അല്ലാത്തപ്പം തുറക്കുമ്പോഴും സൂക്ഷിക്കണം അല്ലേ? അല്ലാത്തപ്പം എനിക്ക് തോന്നിയ പോലെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മേളിലോട്ട് പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അത് ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രശ്നം, ശിഷ്യന്മാരൊരിക്കൽ പ്രാർത്ഥന പഠിപ്പിക്കണമേ ചെന്നപ്പം കർത്താവ് നല്ലൊരു മോഡൽ പ്രെയർ പഠിപ്പിച്ചു. അത് നമുക്കറിയാം അല്ലേ? പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെ വീട്ടിൽ പോയെന്ന് വായിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾ ആർ മോർ മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ നീഡ്സ് ദാൻ കിങ്ഡം കൺസേൺസ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രശ്നം എന്താണ്? ദൈവരാജ്യ സംബന്ധിയായിട്ടൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്താണ്? എൻ്റെ ആവശ്യം അല്ലേ? എൻ്റെ ആവശ്യം, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം, എൻ്റെ മക്കളുടെ ആവശ്യം, ഇതല്ലാതെ വേറൊരു കാര്യം ദൈവരാജ്യമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നില്ല. അതാണ് പ്രശ്നം. മൈ പ്രേയേഴ്സ് ആർ സെൽഫിഷ്. വെറും സ്വാർത്ഥത ഉള്ള പ്രാർത്ഥനയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ഐ എം ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ ലോസ്റ്റ്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? നഷ്ടപ്പെട്ടവർ അല്ലേ? നഷ്ടപ്പെട്ടവരെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു 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 താല്പര്യമുണ്ടോ? നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരാ? സുവിശേഷം കേൾക്കാത്തവർ, സുവിശേഷം കേൾക്കാതെ രക്ഷിക്കപ്പെടാതെ നരകത്തിലേക്ക് അടിവെച്ച് പോകുന്നവരാ. അവർ നഷ്ടപ്പെട്ടവർ നരകത്തിലേക്ക് പോകാണെന്നുള്ള ബോധ്യമുണ്ടോ? നമ്മൾ ഈ റോഡിലോട്ട് ഇറങ്ങുമ്പം ഭയങ്കര ആൾക്കൂട്ടം. പോട്ടെ, ഇപ്പോൾ ഈ ആൾക്കൂട്ടം ഏറ്റവും കൂടുതൽ സ്ഥലം എവിടാ? തിരുവനന്തപുരത്ത് ലുലു മോൾ. ലുലു മോളിൽ 5 ലക്ഷം പേര് കയറി. 5 ലക്ഷം പേര് നിങ്ങളൊരു 50 പേര് ഒഴിച്ച് ബാക്കി 49 ലക്ഷത്തിൽ ചെല്ലുവാനും എങ്ങോട്ടാണ് പോകുന്നത്? അവർ ലുലു മാളിൽ വന്നിട്ട് വീട്ടിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അവർ ഓടി പോകുന്ന നരകത്തിലാന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ വേദനയുണ്ട്. സത്യമല്ലേ? രാവിലെ വെളുപ്പിന് 2 മണിക്ക് എമിറേറ്റ്സ് എയർ വന്നു, അത് കഴിഞ്ഞ് ഖത്തർ എയർ വന്നു, അത് കഴിഞ്ഞ് എത്തിഹാദ് വന്നു, അത് കഴിഞ്ഞ് ഒത്തിരി എണ്ണം വന്നു. ഓരോന്നിലൊരു 300 പേര് വീട്ടിൽ ഇറങ്ങി വന്നു. രാവിലെ വന്ദേ ഭാരത് അങ്ങോട്ട് പോയി. ഒരു ട്രെയിനകത്ത് എത്ര പേര് പോയി? എത്ര ട്രെയിൻ ഇവിടെ നിന്ന് തമ്പാനൂർ ഇതിനോടകം പുറപ്പെട്ടു? എത്ര ട്രെയിൻ വന്നു? ഇതിലൊക്കെ പോയവരും വന്നവർ ആയിരങ്ങൾ 10,000ങ്ങളാണ്. അവരെങ്ങോട്ടാണ് വന്ന് ഇറങ്ങുന്നത്? നാശത്തിലേക്ക് അവർ അടിവെച്ച് പോകുന്ന പ്രിയപ്പെട്ടവരെ. തുറന്നു പറയുക, നമ്മൾ ഇറങ്ങിയെന്ന് പുറത്തോട്ടിറങ്ങിക്കേ, ഈ റോഡെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വണ്ടികളാണ് പോകുന്നത്? അവരെങ്ങോട്ടായി പോകുന്നത്? അവരുടെ സ്ഥലത്തോട്ട് പോകും. ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ? ഫൈനലി എങ്ങോട്ടാണ് പോകുന്നത്? ക്രിസ്തുവിനെ കൂടാതെ ഒരു നിത്യതയിലേക്കല്ല അവർ പോകുന്ന പ്രിയപ്പെട്ടവരെ. എൻ്റെ ചോദ്യം, ആർ വി ബോതേർഡ് അബൌട്ട് ദം?
ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതൊന്നും മനസ്സിലേക്ക് വരണം. സുവിശേഷം പറയാത്ത സഭ, അതിനെ ഒരു സഭയെന്നേ വിളിക്കാൻ പറ്റത്തില്ല. ഞാനത് വീണ്ടും വീണ്ടും പറയും. സുവിശേഷം നോട്ടെ, നമ്മളിപ്പോൾ കണ്ടല്ലോ, ആ കാട്ടിൽ പോയി ആരോ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് അവർ ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നത്, ഇല്ലേ? ഇതുപോലെ എത്ര പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നഷ്ടപ്പെട്ടവരെക്കുറിച്ചൊരു ഭാരം നമുക്കുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇനി അവർക്ക് വേണ്ടി ട്രാക്റ്റുമായിട്ട് പോയി അവരോട് സുവിശേഷം പറഞ്ഞുള്ള രണ്ടാമത്തെ കാര്യം. ഒന്നാമത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഈ കട്ട വെള്ളമൊഴിച്ച് നനയ്ക്കുന്ന പോലെയാണ്. അതാരെങ്കിലും വന്ന് അതിനെ പിന്നെ ഉടയ്ക്കും, അല്ലേ? അത് ഉടയ്ക്കാൻ ദൈവം ആരെങ്കിലും വയ്ക്കും. പക്ഷെ ആദ്യം അല്പം വെള്ളം ഒന്ന് തെളിച്ചിടണമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. ദൈവം കട്ടയോടെ കുടയ്ക്കാനും നിരത്താനുള്ളവരെ ദൈവം പുറകെ അയക്കും. പക്ഷെ നിങ്ങളൊന്ന് നനച്ചിടുവോ, അത് പ്രാർത്ഥനയാലാണ്. ഇന്ന് മുതലൊരു തീരുമാനം എടുക്കണം. കർത്താവേ, നഷ്ടപ്പെട്ടവരെക്കുറിച്ചൊരു ഭാരം എനിക്ക് തരണമേ, നഷ്ടപ്പെട്ടവരെക്കുറിച്ചൊരു വേദന എനിക്ക് തരണമേ, അവർക്ക് വേണ്ടി കർത്താവ് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഇന്ന് നിങ്ങൾ ദൈവത്തോടൊരു കൃപ ചോദിക്കുക. ദൈവം ആ കൃപ നിങ്ങൾക്ക് തരും, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അപ്പം ആ ലോസ്റ്റ്, നഷ്ടപ്പെട്ടവർ. അടുത്തത് വേറൊരു പദം കൊണ്ട്, ലീസ്റ്റ്. അതാരാ? ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് ദ ലോസ്റ്റ് ഓർ ദ ലീസ്റ്റ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരിക്കലും പ്രാർത്ഥിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കിട്ടാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ അവരെ ഓർത്ത് ആരും ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അറിയാമോ? നിങ്ങളുടെ ഭാവന ഒന്ന് വർക്ക് ചെയ്തിട്ട് പറയപ്പെടും. നിങ്ങൾ ദൈനംദിനം കാണുകയോ ഇടപെടുകയോ ചെയ്യുന്ന ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് മോഹം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? 8 മണിക്ക് ചാനൽ ചർച്ച കാണുന്ന എത്ര പേരുണ്ട്? ഞാൻ കാണും. എൻ്റെ പേര് നരകത്തിൽ പോണേ പൊയ്ക്കോട്ടെ, അല്ല ഇപ്പം എന്ത് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇന്നുവരെ ഏഷ്യാനെറ്റിലെ വിനു വി ജോണിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ അയ്യപ്പദാസ് മനോരമയ്ക്കും പ്രാർത്ഥിച്ചിട്ടില്ല. മറുനാടൻ ഷാജനെ കാണുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുമോ ഷാജന് വേണ്ടി? അഡ്വക്കേറ്റ് ജയശങ്കറിനെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ കേൾക്കും. അതിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇതാ ഞാൻ പറഞ്ഞേ. ഇങ്ങനെ നമ്മൾ അവരുമായിട്ട് ദൈനംദിനം ഇടപെടുന്നുണ്ട് ഒരർത്ഥത്തിൽ, പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ എന്നും കടയിൽ പോയി സാധനം മേടിക്കുന്ന ഒരു കടക്കാരനുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഡെയിലി വരുന്ന പണിക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ദൈനംദിനം കണ്ടുമുട്ടുന്ന ചില വ്യക്തികളുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ല ചോദിക്കേ. ഇനി മുതൽ ഇങ്ങനെ ഞാൻ ഈ കുറച്ച് സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലേക്ക് അവരൊന്ന് ഫ്ലാഷ് ആയിരിക്കും ഒരു മുഖം വന്ന് പോകുന്ന ഒന്ന് ജസ്റ്റ് സെൻഡ് വിസ്പർ എ പ്രെയർ. എന്താണ്? കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ അവിടുന്ന് രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു വിട്ടേ എവിടെയെങ്കിലും ദൈവം അത് പ്രവർത്തിച്ചുകൊള്ളുന്നു. കാര്യം മുകളിലോട്ട് പോകുന്ന ഒരു പ്രാർത്ഥനയും വെറുതെയല്ല. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ദൈവത്തോടാണ്. അങ്ങനെയാണ് ജീവനുള്ള ദൈവം പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും തരും. സോ യു നീഡ് ടു പ്രേ ഫോർ ദ ലോസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യം. നമ്മൾ ചിലപ്പോഴങ്ങ് കരയും. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ഗോഡ്ലി സോറോ എന്ന് പറയും. നമുക്ക് ചിലത് കാണുമ്പം, ഈ നേരത്തെ ആൾക്കൂട്ടം ലുലുവിൻ്റെ മാത്രമല്ല, ചിലത് കാണുമ്പോൾ ഇപ്പം ഈ അടുത്ത് ഇപ്പം ശബരിമല സീസണാവും, ആറ്റുകാൽ പൊങ്കാല, ഇങ്ങനെ പലതും തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളൊരു നോയ്സൻസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ശപിക്കുകയും നിങ്ങളിങ്ങനെ കുറ്റം പറയുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കർത്താവേ, ഇവരെല്ലാം നീ സ്നേഹിക്കുന്നുണ്ടല്ലപ്പാ ദൈവം, ഇവർക്ക് വേണ്ടിയും കൂടിയാണല്ലോ ക്രൂശിൽ മരിച്ചത്, പക്ഷെ അവരത് അറിയാതെ പോകുന്നല്ലേ കർത്താവേ എന്ന് പറഞ്ഞൊരു ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ വരാറുണ്ടോ? പക്ഷെ നമുക്ക് ആ ദുഃഖം വരുന്നില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ അത് മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ഇന്ന് മുതലൊരു തീരുമാനമാണ്. ആർ യു ഹാവിങ് ഗോഡ്ലി സോറോ ഓർ വേൾഡ്ലി സോറോ? ഇന്നൊരു ഭാരം നമുക്ക് വരട്ടെ പ്രിയപ്പെട്ടവരെ. എനിക്ക് കർത്താവെ, എനിക്ക് ദൈവഹിതപ്രകാരമുള്ള കർത്താവെ ആ അനുതാപം, ആ ഒരു ദുഃഖം എനിക്ക് തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവം നമുക്ക് അത് തരും പ്രിയപ്പെട്ടവരെ. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു എന്ന് പറയുമ്പം ഈ ആധാരം കൊണ്ട് മാത്രമാകുന്നു നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ഹൃദയം എവിടെ വെച്ചിരിക്കുന്നു? ദൂരത്ത് വെച്ചിരിക്കുന്നു, ദൂരത്ത് വെച്ചിരിക്കുന്നു. അത് ഏറ്റവും വലിയ സങ്കടം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ 37-ാം വാക്യം, മാത്യു 22:37. അവിടെ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ, നമ്മൾ ആരാധിക്കുമ്പോഴാകട്ടെ,
എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്ന വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. 1 കൊരിന്ത്യർ 6:12 കൂടെ. 1 കൊരിന്ത്യർ 6:12. 1 Corinthians 6:12. 1 കൊരിന്ത്യർ 6:12. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകില്ല. ആ വാക്യം ഒന്ന് നിർത്തി വായിച്ചേ. അത് ഇംഗ്ലീഷിലും വേണേ എന്നിട്ടാ കൊള്ളാം. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട്. ഓക്കെ. ഒന്നും എനിക്ക് എന്താ പറഞ്ഞ, എനിക്ക് അപ്രോച്ച് ഉണ്ട്, ആക്സസ് ഉണ്ട്, ആരും ഒന്നും പറയത്തുമില്ല. പക്ഷേ സകലവും പ്രയോജനമുള്ളതല്ല. ഇന്ന് നമ്മളൊരു 24 മണിക്കൂർ നമുക്ക് ജീവിക്കുമ്പം അതിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ര ആ സമയത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രയോജനമുള്ളതാണോ അല്ലയോ? I have the right to do anything. ശരിയാ, that's what you say. But not everything is beneficial. I have the right to do anything, but I will not be mastered by anything. ആലോചിച്ചേ, ഈ വാക്യമായിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞേ. Are you mastered by anything? മുമ്പ് എന്നത്തെ കാട്ടിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. We have been mastered by not something, many things. നമ്മുടെ സമയത്തെ കവരുന്നു, നമ്മുടെ ചിന്തയെ കവരുന്നു, നമ്മുടെ കുടുംബജീവിതത്തെ കവരുന്നു, മക്കളോടുള്ള നമ്മുടെ സമയത്തെ കവരുന്നു, നമ്മുടെ പ്രാർത്ഥനാ സമയത്തെ കവരുന്നു, നമ്മുടെ സാക്ഷ്യത്തെ കവരുന്നു. ഇതെല്ലാം കവർന്നിരിക്കുക. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബെനിഫിഷ്യൽ. അത് വലിയ പ്രയോജനം ഉള്ളതല്ല. ഇന്ന് പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മുടെ ബുദ്ധിയും എല്ലാം അതിനെ പോകുന്നുണ്ട്. പക്ഷേ ഈ സമയവും ഈ പണവും ഈ ബുദ്ധിയും ഈ താല്പര്യവും ഈ ഉത്സാഹവും ഒക്കെ ഈ പറഞ്ഞ പോലെ ബെനിഫിഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ഇനി ഒന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് പ്രാർത്ഥനയിലെങ്കിലും നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം കർത്താവ് പറയും, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞ് നമ്മുടെ കൈ തന്ന് നമ്മളെ അങ്ങോട്ട് കയറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലങ്ങൾ നമ്മുടെ തലയിലേക്ക് തരുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഹൗ മെനി പ്രഷ്യസ് അവേഴ്സ് ആർ സ്റ്റോളൻ ബൈ ടെമ്പറൽ തിങ്സ്. ആലോചിക്കേ, ഈ താൽക്കാലികമായ ഈ ലോകത്തിൽ മാത്രമുള്ളത് താൽക്കാലിക സുഖം തരുന്ന ഈ ടെമ്പറൽ കാര്യങ്ങൾ എന്തുമാത്രം നമ്മുടെ സമയത്തെ കവർന്ന്, ആലോചിക്കേ, നിത്യമായത് നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുക. എന്തിനാ ഇനി കൂടുതൽ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങി ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ ഈ വായിച്ചു വിട്ടതെല്ലാം ദൈവവചനമാണ്. അങ്ങനെയെങ്കിൽ ഈ കേട്ട ദൈവവചന പ്രകാരം ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കും? വാട്ട് വിൽ വി പ്രേ ആഫ്റ്റർ ഹിയറിങ് ഓൾ ദീസ്? ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. എത്ര പേര് പ്രാർത്ഥിക്കുക? ഹൗ മെനി വിൽ പ്രേ എ പ്രേയർ? പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. അത് നല്ല പാട്ടാണ്. ഏതോ ഒരു ഭക്തൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടാണ്. ആ പാട്ടിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊന്നും ആ ഗുണം നമുക്ക് വരത്തില്ല. പക്ഷേ ശരിയായിട്ട് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹത്തോടെ, ദാഹത്തോടെ, അതേസമയം ഒരു മാനസാന്തരത്തോടുകൂടെ നമ്മൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഇവിടെ തന്നിട്ടുണ്ട്. യേശു സ്വർഗത്തിൽ, യേശു പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. ഇനി എന്താ വേണ്ടിയത്? ഇനി ആരുടെ സഹായം വേണ്ടി? ഏത് പാസ്റ്ററിൻ്റെ സഹായം വേണ്ടിയത്? ഒരു പാസ്റ്റർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. എൻ്റെ പരിശുദ്ധാത്മാവിന് സഹായിക്കാൻ പറ്റുന്നതിനപ്പുറം, എൻ്റെ യേശുവിന് സഹായിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു ദൈവദാസനും ദൈവദാസിക്കും ദൈവമകനും ദൈവമകൾക്കും ഒരു പ്രവാചകനും ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരുടെയും പുറകെ ഓടണ്ട, ആരുടെയും അനോയിൻറ്റിങ്ങിനും ആരുടെയും ഇമ്പാർട്ടേഷനും ഓടണ്ട.
നിങ്ങൾ ആ ദൈവസന്നിധി വന്ന് ആ മദാമ്മ പറഞ്ഞ പോലെ ആ കട്ടിലിൽ നിന്നൊന്ന് നിരങ്ങി ആ പായിലോട്ടൊന്ന് മുട്ടുമുത്തിയാൽ മതി, ജീവനുള്ള ദൈവം താണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതറിയാതെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ജീവനില്ലാത്ത ദൈവത്തിൻ്റെ പിന്നാലെ പോകുമ്പം ജീവനുള്ള ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നല്ലോ. ആ ഭാഗ്യം ലഭിച്ചവരെല്ലാം ഒന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്, ആ ഭാഗ്യം ലഭിച്ച എല്ലാവരും സമർപ്പിച്ചിട്ട് പറഞ്ഞാട്ട്, കർത്താവേ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൊരു മാറ്റം കർത്താവേ എനിക്ക് തരണമേ കർത്താവേ. ഞാൻ ഇതുവരെ ആയിരുന്നതുപോലെ ഇനി മുന്നോട്ട് പോകാൻ എന്നെ വിടല്ലേ അപ്പാ. വാസ്തവമായിട്ടൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ തരണമേ. എന്നെ കർത്താവേ നിൻ്റെ സന്നിധിയിൽ വരുന്ന ഈ സമയത്ത് എന്നെ പ്രാർത്ഥിക്കുവാനൊന്ന് പഠിപ്പിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, എത്ര പേര് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണടച്ചാട്ട് ഒരു നിമിഷം, എല്ലാവരും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും കണ്ണടച്ച്, കർത്താവെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ കർത്താവെ. യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് അവനോട് ചോദിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ഒന്ന് ദൈവത്തോടൊന്ന് ചോദിക്കുമ്പോൾ, won't you please ask the Lord, Lord teach me to pray, Lord teach me to pray, ടീച്ച് മീ ടു പ്രേ എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നോട് ദൈവം സംസാരിച്ചു, ദൈവത്തിലൂടെ വ്യക്തമായി ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, പരനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക, ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനേ, ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനേ, വരികിന്നി അടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ, വരികിന്നി അടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ. മറ്റൊന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ല, ഇത്രയേ ഉള്ളൂ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഉള്ളിലിരുന്ന് ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രെയർ ഇറ്റ് ഈസ്. ലോർഡ് ടീച്ച് മീ ടു പ്രേ, ഫിൽ മീ വിത്ത് യുവർ ഗിഫ്റ്റ്സ് ലോർഡ്, സോ ദാറ്റ് ഐ വിൽ പ്രേ മോർ ആൻഡ് മോർ എഫക്ച്വലി ലോർഡ്. അതിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ ഈ കേട്ട വചനം കർത്താവെ ഞങ്ങൾക്ക് ശിക്ഷയ്ക്കല്ല അനുഗ്രഹത്തിന് കാരണമാക്കണം, ശാപത്തിനല്ല ഞങ്ങളുടെ ആത്മീയ വൃത്തിക്ക് കാരണമാക്കണം. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, പ്രാർത്ഥനാ വീരന്മാരായി ഞങ്ങളെ തീർക്കണമേ. പ്രാർത്ഥനയാൽ കർത്താവെ ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവരായിരുന്നു ചരിത്രത്തിൽ ദൈവദാസന്മാരെല്ലാം, ദൈവദാസിമാരെല്ലാം. അതിനാൽ ഈ തലമുറയിൽ കർത്താവെ പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങളുടെ തലമുറയിൽ കർത്താവെ ഒരു മാറ്റം കാണുവാൻ, ദൈവസഭകളിൽ മാറ്റം കാണുവാൻ, ഞങ്ങളുടെ രാജ്യത്ത് മാറ്റം കാണുവാൻ, പ്രാർത്ഥിച്ചു മാറ്റം കാണുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളെല്ലാവരെയും പേരുപേരായി കുടുംബമായി സഭയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ അതിനെയും കേട്ടിരിക്കാനുള്ള സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.